ആരോഗ്യമേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് ഹെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനും കമ്പനിയെ ആധുനികവൽക്കരിക്കുന്നതിനുമായി അധികൃതരും തൊഴിലാളി പ്രതിനിധികളും ഉൾപ്പെടുന്ന സംഘം മുഖ്യമന്ത്രി VD സതീശനെയും വ്യവസായ മന്ത്രിയെയും നേരിൽ കണ്ട് ചർച്ച നടത്തി. 2028 100ാം വാർഷികത്തിലേക്ക് കടക്കുന്ന കമ്പനിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയേക്കാവുന്ന വൻ നവീകരണ പദ്ധതികളുടെ പ്രോജക്ട് റിപ്പോർട്ടും സംഘം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. കണ്ടെയ്നർ നിർമ്മാണം, ഡ്രോൺ പൈലറ്റ് ട്രെയിനിംഗ് സെന്റർ, ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് നിർമ്മിക്കുവാനുള്ള അത്യാധുനിക സൗകര്യമൊരുക്കൽ തുടങ്ങിയ നിർണായകവും പുതുമയുള്ളതുമായ നിർദ്ദേശങ്ങളാണ് പുതിയ പദ്ധതിയിലൂടെ കമ്പനി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിലവിലുള്ള പ്രതിസന്ധികൾ പൂർണ്ണമായും മറികടന്ന് കമ്പനിയെ ലാഭത്തിലേക്ക് നയിക്കുവാൻ ഈ പദ്ധതികൾക്ക് സാധിക്കുമെന്ന് സംഘം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. സമർപ്പിച്ച പ്രോജക്ട് കൃത്യമായി പഠിച്ചതിനു ശേഷം കമ്പനിയുടെ പുരോഗതിക്കാവശ്യമായ എല്ലാവിധ പിന്തുണയും സഹായങ്ങളും നൽകുമെന്ന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും സംഘത്തിന് ഉറപ്പു നൽകി. മെറ്റൽ ഇൻഡസ്ട്രീസ് INTUC യൂണിയൻ പ്രസിഡന്റും DCC വൈസ് പ്രസിഡന്റുമായ TH ഫിറോസ് ബാബു, കമ്പനി MD ഹരികുമാർ S, കമ്പനി മാനേജർ M സജിത് കുമാർ, തൊഴിലാളി പ്രതിനിധി E ബാലൻ എന്നിവരടങ്ങിയ സംഘമാണ് മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും സന്ദർശിച്ചത്. ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന്റെ പ്രതിസന്ധികളെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായും വ്യവസായ മന്ത്രിയുമായി ഇന്നലെ ചർച്ച ചെയ്തു. നിലവിൽ കമ്പനി നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. 10 വർഷക്കാലം അവിടുത്തെ തൊഴിലാളികളുടെ വേതന വർധനവ്, അതുപോലെ തന്നെ കമ്പനിയിലെ പുതിയ അത്യാധുനിക രീതിയിലുള്ള പദ്ധതികൾ വന്നാൽ മാത്രമാണ് കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇന്നലെ മന്ത്രിയും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കമ്പനി MDയും അതുപോലെ തന്നെ വർക്ക് മാനേജറും കമ്പനി പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകളുള്ള സംഘമാണ് ഇന്നലെ മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും കണ്ടത്. അപ്പോൾ ഒട്ടനവധി പുതിയ പദ്ധതികൾ സമർപ്പിക്കുകയുണ്ടായി. നമ്മുടെ വീനം കണ്ടെയ്നർ ടെർമിനലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ പദ്ധതി, നമ്മുടെ കണ്ടെയ്നർ നിർമ്മാണം, അതുപോലെ തന്നെ ഫോർജിംഗ് മിഷൻ്റെ പുതിയ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഡ്രോൺ പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതി നൽകിയിട്ടുണ്ട്. തീർച്ചയായും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഗവൺമെൻറ് അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും മെറ്റൽ ഇൻഡസ്ട്രീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അത് വലിയൊരു സന്തോഷത്തിലാണുള്ളത്. കമ്പനിയുടെ ഒരു മാറ്റം ഈ UDF ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് പൂർണ്ണ വിശ്വാസത്തിലുള്ളത്. You are watching VCV News.